നിങ്ങൾ വേൾഡ് മാപ്പ് പരിശോധിച്ചാൽ നിങ്ങൾക്ക് രണ്ടിരട്ട രാജ്യങ്ങളെ കാണുവാൻ കഴിയും. ഒന്ന് യമനും രണ്ട് ഒമാനുമാണ്. ഈ രണ്ട് രാജ്യങ്ങളും ഏകദേശം സിമിലറാണ്. നാച്ചുറൽ റിസോഴ്സസും ജിയോഗ്രഫിയും ഈ രണ്ട് രാജ്യങ്ങളുടെയും ഏകദേശം സെയിമാണ്. കൂടാതെ ഈ രണ്ട് രാജ്യങ്ങളും രണ്ട് പെർഫെക്റ്റ് ചോക്ക് പോയിന്റിൻ്റെ സെൻറ്ററിലായാണ് സ്ഥിതി ചെയ്യുന്നത്. ഒമാൻ സ്ഥിതി ചെയ്യുന്നത് സ്ട്രെയ്റ്റ് ഓഫ് ഹോർമോസിനടുത്തായാണ്. പേർഷ്യൻ ഗൾഫിലൂടെ നടക്കുന്ന എല്ലാ ട്രേഡും കടന്നു പോകുന്നത് ഗൾഫ് ഓഫ് ഒമാനിലൂടെയാണ്. ഇതുപോലെ തന്നെ യമൻ സ്ഥിതി ചെയ്യുന്നത് ബാബൽ മന്ദേജ് സ്ട്രെയ്റ്റിന് തൊട്ടടുത്തായാണ്. ഏഷ്യയിലേക്കും യൂറോപ്പിലേക്കും നടക്കുന്ന 80% ട്രേഡിൻ്റെ പങ്കും ഈ ഒരൊറ്റ റൂട്ട് വഴിയാണ് നടക്കുന്നത്. ഈ രണ്ട് കോണ്ടിനെൻറ്റുകളെയും കണക്ട് ചെയ്യുന്ന ഒരു റൂട്ട് കൂടിയാണിത്. അങ്ങനെ നോക്കുമ്പോൾ ഈ രണ്ട് രാജ്യങ്ങളും ജിയോ പൊളിറ്റിക്കലി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ രണ്ട് രാജ്യങ്ങളിലും ജീവിക്കുന്നവർ അറബ് മുസ്ലിംസ് ആണ്. ഇവരുടെ കൾച്ചറൽ പ്രാക്ടീസസ് ഏകദേശം ഒരുപോലെയാണ്. ഇരു രാജ്യങ്ങളിലെയും മെജോറിറ്റി സുന്നി മുസ്ലിംസ് ആണ്. എന്നാൽ യമനിൽ സിദീഷിയായുമുണ്ട്. ഇവരുടെ കയ്യിലാണ് ഇന്ന് യമൻ്റെ കൺട്രോൾ ഉള്ളത്. ഈ രണ്ട് രാജ്യങ്ങളും അറേബ്യൻ രാജ്യങ്ങളാണെങ്കിൽ പോലും രണ്ടിലും ഇക്കണോമിക് കണ്ടീഷനിൽ ആകാശത്തിൻ്റെയും ഭൂമിയുടെയും വ്യത്യാസമുണ്ട്. ഒരു വശത്ത് യമൻ, മിഡിൽ ഈസ്റ്റേൺ രാജ്യങ്ങളിൽ ഡെവലപ്ഡ് നേഷൻ എന്ന് വിളിക്കാൻ കഴിയുന്ന ഒരു രാജ്യം. ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സ് ഇവിടെ 0.82 ആണ്. ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് 1നും 0നും ഇടയിലാണ്. 1 എന്നത് ഹയസ്റ്റും 0 എന്നത് ലോയസ്റ്റുമാണ്. ഒരു രാജ്യത്തിലെ ജനങ്ങളുടെ അവസ്ഥ ഈ ഒരു ഇൻഡെക്സിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും. യമൻ്റെ HDI എന്നത് 0.424 ആണ്. എന്നാൽ ഈ രാജ്യത്തിൻ്റെ തന്നെ അയൽരാജ്യമായ സൗദി അറേബ്യ നിങ്ങൾ പരിശോധിക്കുകയാണെങ്കിൽ ഇവരുടെ HDI എന്നത് 0.875 ആണ്. തൻ്റെ സമീപ രാജ്യങ്ങളിൽ നടന്ന ഡെവലപ്മെൻറ്റ് എന്തുകൊണ്ട് യമനിൽ നടന്നില്ല? ഇവിടെയുള്ള ആളുകൾ എന്തുകൊണ്ടാണ് ഇന്നും ദാരിദ്ര്യം അനുഭവിക്കുന്നത്? എന്തുകൊണ്ട് ഇവർക്ക് എഡ്യൂക്കേഷൻ ലഭിക്കുന്നില്ല? എന്തുകൊണ്ട് ബേസിക് ഹെൽത്ത് കെയർ ഫെസിലിറ്റീസ് ഇല്ല? അറിയാം ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ. ജിയോഗ്രഫിക്കലി പറയുവാൻ വേണ്ടി മാത്രമാണ് ഇന്ന് ഒമാൻ നിലനിൽക്കുന്നത്. ഈ ഒരു രാജ്യം പലതായി ഡിവൈഡഡായി കിടക്കുന്നു. യമൻ്റെ ഒരു വശം മുഴുവൻ കൺട്രോൾ ചെയ്യുന്നത് ഹോർത്തീസ് ആണ്. ഇവരാണ് ഈ ഒരു രാജ്യത്തിലെ ബിഗ് സിറ്റികളെ കൺട്രോൾ ചെയ്യുന്നത്, അതും ഇറാൻ്റെ സപ്പോർട്ടോടെ. നിങ്ങൾ കാണുന്ന ഈ സെൻട്രൽ അല്ലെങ്കിൽ സദേൺ റീജിയൻ കൺട്രോൾ ചെയ്യുന്നത് അൽ ഖൈദ. കാണുന്ന ഈ റെഡ് ഹൈലൈറ്റഡ് ഏരിയ കൺട്രോൾ ചെയ്യുന്നത് സുന്നീസ് ആണ്. ഇവരെ സപ്പോർട്ട് ചെയ്യുന്ന രാജ്യങ്ങളാണ് സൗദി അറേബ്യയും UAEയും. അവസാന യെല്ലോ ഹൈലൈറ്റഡ് ഏരിയ കൺട്രോൾ ചെയ്യുന്നത് സദേൺ ട്രാൻസിഷണൽ കൗൺസിലാണ്. ഇവർ യമനിൽ നിന്നും ഈ ഒരു ഭാഗത്തെ ഡിവൈഡ് ചെയ്യാൻ അല്ലെങ്കിൽ സെപ്പറേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. ഈ ഒരു രാജ്യം ഇന്ന് ഡീപ്ലി ഡിവൈഡഡ് ആണ്. തൻ്റെ അയൽരാജ്യമായ ഒമാനിലുള്ള അതേ റിസോഴ്സസ് തന്നെയാണ് ഇവിടെയുമുള്ളത്. എന്നാൽ ഈ ഒരു രാജ്യം ഇങ്ങനെ ആയതിൻ്റെ പിന്നിൽ 3 പ്രധാന കാരണങ്ങളുണ്ട്. ഒന്ന് ഈ രാജ്യത്തിൻ്റെ ചരിത്രവും, പിന്നെ ജിയോഗ്രഫിയും, 3 ലീഡർഷിപ്പും. ഈ രണ്ടു രാജ്യങ്ങളുടെയും ചരിത്രം പരിശോധിച്ചാൽ 16ാം നൂറ്റാണ്ട് വരെ നോൺ അറബ് പവേഴ്സിൻ്റെ അണ്ടറിലായിരുന്നു ഈ രണ്ട് രാജ്യങ്ങളും. എന്നാൽ 1519 ഒട്ടോമൻ എംപയറിൻ്റെ അണ്ടറിൽ യമൻ്റെ സദേൺ റീജിയൻ വന്നു. അതായത് ഈ ഒരു ഭാഗം വേൾഡ് വാർ 1 വരെ ഇവരുടെ കൺട്രോളിലായിരുന്നു. എന്നാൽ അറ്റ് ദ സെയിം ടൈം ഒമാനിലേക്ക് വന്നാൽ 1507 പോർച്ചുഗീസ് ഇവരെ കോളനിയാക്കുകയുണ്ടായി. എന്നാൽ പോർച്ചുഗീസ് ഭരണം അധികകാലം നീണ്ടു നിന്നില്ല. നേറ്റീവ്സ് ഇവർക്കെതിരായി സ്ട്രഗിൾ ചെയ്യുകയും 1650 ഇവരെ ഇവിടെ നിന്ന് പുറത്താക്കുകയും മസ്കറ്റിൻ്റെ കൺട്രോൾ എടുക്കുകയും ചെയ്തു. അങ്ങനെ പുതിയൊരു സൽത്തനറ്റ് അവിടെ ഉദയം കൊണ്ടു, ഒമാനി സൽത്തനറ്റ്. ഇവർ വളരെ വലിയ തോതിൽ ട്രേഡ് നടത്തി. പോർച്ചുഗീസുകാരുടെ അടുത്തു നിന്ന് കിട്ടിയ എക്സ്പീരിയൻസ് മൂലം ഇവർ ഇന്ത്യൻ ഓഷൻ മുഴുവൻ ട്രേഡിൻ്റെ വലയം തീർത്തു. ഇറാനിൽ തുടങ്ങി ആഫ്രിക്ക വരെ ഇവർക്ക് ട്രേഡ് ഉണ്ടായിരുന്നു. സൻസബാർ ഇവരുടെ ഏറ്റവും പ്രധാന കേന്ദ്രമായിരുന്നു ആഫ്രിക്കയിൽ. പിന്നീട് 1872 ഇവർ ബ്രിട്ടീഷുകാരുമായി ഒരു പ്രൊട്ടക്ടർ ആക്ട് സൈൻ ചെയ്തു. ബ്രിട്ടീഷുകാർ ഇവരെ പ്രൊട്ടക്റ്റ് ചെയ്യുകയും പകരമായി ഒമാനിലെ നാച്ചുറൽ റിസോഴ്സസും ലാൻഡിൻ്റെ പകുതിയും ഇവർക്ക് നൽകണം. 1981 ഈ ഒരു കോൺട്രാക്റ്റ് അവസാനിക്കുന്നത്. ഇതേ സമയം ഒമാൻ ഭരിച്ചിരുന്ന അഡ്മിനിസ്ട്രേറ്റർ വളരെയധികം അൾട്രാ കൺസർവേറ്റീവായിരുന്നു. ഇദ്ദേഹം ലിറ്ററലി രാജ്യത്തിലെ എല്ലാ ടെക്നോളജിക്കൽ ഡെവലപ്മെൻറ്റിനെയും ബാൻ ചെയ്തു. 15 മിനിറ്റിൽ കൂടുതൽ നിങ്ങൾക്ക് സംസാരിച്ച് നിൽക്കാൻ കഴിയുകയില്ല. സൺഗ്ലാസസ് ബാൻ ചെയ്തു. സാധാരണക്കാരുടെ ഇടയിൽ സുൽത്താൻ്റെ പോപ്പുലാരിറ്റി എന്നത് വളരെയധികം ഡൗൺ ആയി തുടങ്ങിയിരുന്നു. ഈ ഒരു സമയത്താണ് അറബ് ഓയിൽ ഇൻഡസ്ട്രിയുടെ ബൂസ്റ്റും നമുക്ക് കാണാൻ കഴിയുന്നത്. യൂറോപ്പ് മുഴുവൻ ഈ ഓയിൽ ഇൻഡസ്ട്രിയിൽ ഡിപ്പെൻഡഡ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ഒരു ജിയോ പൊളിറ്റിക്കലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രദേശത്ത് യാതൊരു വിധത്തിലുമുള്ള പൊളിറ്റിക്കൽ ഇൻസ്റ്റബിലിറ്റിയും അവർ ആഗ്രഹിച്ചിരുന്നില്ല. സുൽത്താൻ്റെ മകനായ സുൽത്താൻ കാബൂസിനെ ഇദ്ദേഹത്തിനെതിരായി തിരിക്കുകയും 1970 ജൂലൈ 23 തൻ്റെ പിതാവിൻ്റെ ഭരണം അട്ടിമറിച്ച് ഇദ്ദേഹം ഭരണത്തിൽ കയറുകയും ചെയ്തു. ഒമാനിയൻ ജനതയുടെ നല്ല കാലം വരാൻ പോവുകയായിരുന്നു. സുൽത്താൻ കാബൂസ് ഒരു ഡെമോക്രാറ്റിക് റൂളർ ആയിരുന്നില്ലെങ്കിൽ പോലും ഈ പ്രദേശത്തിൽ ജീവിക്കുന്ന ജനങ്ങളുടെ മനസ്സറിഞ്ഞാണ് അദ്ദേഹം പ്രവർത്തിച്ചത്. ഒമാനിൽ വികസനത്തിൻ്റെ വിത്തുകൾ അദ്ദേഹം പാകി തുടങ്ങിയിരുന്നു. 1970 ഇദ്ദേഹം ഭരണത്തിൽ കയറുമ്പോൾ
ഇവിടെ 3 സ്കൂളുകളും 19 ആശുപത്രികളും 10 കിലോമീറ്റർ മാത്രം നീട്ടത്തിലുള്ള റോഡുകളുമായിരുന്നു ഉണ്ടായിരുന്നത്. അടുത്ത 10 വർഷത്തേക്ക് ഇദ്ദേഹം കൊണ്ടുവന്ന മാറ്റമെന്നത് വളരെ വലുതായിരുന്നു. 500 സ്കൂളുകൾ, 100 ആശുപത്രികൾ, 3000 കിലോമീറ്റർ വലുപ്പത്തിലുള്ള റോഡുകൾ. കൂടാതെ രാജ്യത്തിൽ അടിമത്തം നിർത്തലാക്കുകയും സ്ത്രീകൾക്കും വോട്ടവകാശം നൽകി. ഒരു ഡെമോക്രാറ്റിക് കൺട്രി എങ്ങനെയായിരിക്കണമോ ആ രീതിയിൽ ഇദ്ദേഹം ഒമാനെ വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് മാറ്റിമറിച്ചു. ഓയിലിൽ നിന്ന് ലഭിക്കുന്ന മുഴുവൻ റവന്യൂവും ഇദ്ദേഹം രാജ്യത്തിൻ്റെ പുരോഗതിക്കാണ് ഉപയോഗപ്പെടുത്തിയത്. കൂടാതെ രാജ്യത്തിൽ ഒമാനൈസേഷൻ എന്ന് പറയുന്ന പുതിയൊരു പ്ലാനും ഇദ്ദേഹം ഇൻട്രൊഡ്യൂസ് ചെയ്തു. അതായത് ഫോറിൻ കമ്പനികൾ ഇവിടെ നിന്ന് കൊണ്ടുപോകുന്ന ഓയിലും ഗ്യാസസിനും വേണ്ടി ഉപയോഗിക്കുന്ന വർക്കേഴ്സ് എന്നത് ഒമാനിയൻസ് ആയിരിക്കണം. അതുകൂടാതെ ഇവർക്ക് ഇത് വളരെ വലിയ തോതിലൊരു ട്രെയിനിങ് ആവുകയും ഫോറിൻ കൺട്രികളെ ആശ്രയിക്കുന്നത് കുറയുകയും ചെയ്തു. ഇവരുടെ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് എന്നത് വളരെ വലിയ തോതിൽ ഇൻക്രീസായി. ഓയിലിന് പുറമെ ഇദ്ദേഹം ടൂറിസവും വളരെ വലിയ തോതിൽ ഒമാനിൽ പ്രൊമോട്ട് ചെയ്തു. ഇത് രാജ്യത്തിൻ്റെ പുരോഗതിക്ക് കാരണമായി. ഇതിനു പുറമെ മതനിഷ്പക്ഷതയാണ് ഇദ്ദേഹത്തെ മറ്റ് സുൽത്താൻമാരിൽ നിന്നും വ്യത്യസ്തനാക്കുന്നത്. രാജ്യത്തിൽ ഏതൊരു വ്യക്തിക്കും തങ്ങൾക്കിഷ്ടമുള്ള മതം ഫോളോ ചെയ്യാം. ഒമാൻ എന്ന ഈയൊരു രാജ്യം ഇന്ന് മിഡിൽ ഈസ്റ്റേൺ രാജ്യങ്ങളിലെ സ്വിറ്റ്സർലൻഡാണ്. ഏതൊരു വാറിനെയും ന്യൂട്രലായി നിന്നാണ് ഒമാൻ കാണാറുള്ളത്. കൂടാതെ രാജ്യങ്ങളിൽ തന്നെ നടക്കുന്ന പീസ് എഗ്രിമെൻറ്റ്സും കണ്ടക്ട് ചെയ്യുന്നത് ഒമാനാണ്. എന്നാൽ തൊട്ടടുത്ത രാജ്യമായ യമൻ്റെ അവസ്ഥ എന്താണ്? യമൻ 16-ാം നൂറ്റാണ്ട് മുതൽ വേൾഡ് വാർ ഫസ്റ്റ് വരെ ഒട്ടോമൻ എംപയറിൻ്റെ കീഴിലായിരുന്നു. കൂടാതെ തന്നെ യമൻ്റെ ജിയോഗ്രഫി ഹിസ്റ്റോറിക്കലി വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് ഇന്നത്തെ ഇവരുടെ അവസ്ഥയിൽ. ഈ ഒരു മൗണ്ടെയിൻ റേഞ്ചാണ് ഇവരുടെ ഈ അവസ്ഥയുടെ ആദ്യത്തെ ഫാക്ടർ. ഇവിടെയാണ് സിദീഷിയ മൂവ്മെൻറ്റ് ആദ്യമായി സ്റ്റാർട്ടാകുന്നത്. ഈ ഒരു മൗണ്ടെയിൻ റേഞ്ച് മൂലം ഇവർ മറ്റുള്ളവരിൽ നിന്നും കട്ട് ഓഫ് ആയിരുന്നു. ഈ ഒരു ഫാക്ടർ ഇവരെ വളരെയധികം കൺസർവേറ്റീവ് ആക്കി മാറ്റി. തുടർച്ചയായ 400 വർഷക്കാലം ഒട്ടോമൻസുമായി യുദ്ധം ചെയ്തതിനു ശേഷമാണ് ഇവർക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു നോർത്തേൺ റീജിയൻ മുഴുവൻ ഇവരുടെ കൺട്രോളിലായി മാറുന്നു. അങ്ങനെ സ്വന്തമായി പുതിയ ഒരു കിങ്ഡം ഇവിടെ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ ഇവർക്ക് സാധിച്ചു. തുടർച്ചയായി പിന്നീട് പല മൂവ്മെൻറ്റ്സും ഇവരുടെ നേതൃത്വത്തിൽ ഈ ഒരു വശത്ത് നടക്കുകയുണ്ടായി. വേൾഡ് വാർ 1 ശേഷം നോർത്തേൺ റീജിയൻ ഇവരുടെ അണ്ടറിലായി. കൂടാതെ സതേൺ റീജിയൻ ബ്രിട്ടീഷുകാരുടെ അണ്ടറിലും. നോർത്തേൺ പാർട്ട് റൂൾ ചെയ്തുകൊണ്ടിരുന്നത് ഇമാം യഹ്യയായിരുന്നു. ഇദ്ദേഹം വളരെയധികം കൺസർവേറ്റീവായിരുന്നു. കൂടാതെ ഒരു റിലീജിയനെയും ഇദ്ദേഹം വളരാൻ സമ്മതിച്ചിരുന്നില്ല. തൻ്റെ ആവശ്യങ്ങൾ നിറവേറ്റുവാൻ വേണ്ടി അവിടെയുള്ള സ്ലേവുകൾ എന്ന രീതിയിലാണ് ഇദ്ദേഹം സിറ്റിസൺസിനെ ട്രീറ്റ് ചെയ്തത്. അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തിനെതിരായിട്ടുള്ള വികാരം ഇവരിൽ വളരെ വേഗത്തിൽ പൊട്ടിമുളച്ചു. ഈ ഒരു സമയത്താണ് സുന്നി മുസ്ലിം കമാൻഡേഴ്സ് ഇദ്ദേഹത്തിനെതിരായിട്ടുള്ള ആദ്യത്തെ നീക്കം നീങ്ങുന്നത്. ഒരു ഇൻറ്റേർണൽ കോൺഫ്ലിക്റ്റ് നടത്തുക, ഇദ്ദേഹത്തെ ഭരണത്തിൽ നിന്നും പുറത്താക്കുക, ഒരു അറബ് നാഷണലിസ്റ്റ് പാർട്ടി രൂപീകരിക്കുക. ഈ ഒരു കലാപം ഏകദേശം 8 വർഷം നീണ്ടുനിന്നു. ഇതിൽ 2 ലക്ഷത്തിലധികം ജനങ്ങളാണ് മരണപ്പെട്ടത്. കൂടാതെ ഉണ്ടായിരുന്ന ഭരണവ്യവസ്ഥയെ മാറ്റിമറിച്ചുകൊണ്ട് ഒരു അറബ് നാഷണലിസ്റ്റ് പാർട്ടി ഇവിടെ രൂപീകരിക്കുകയും ചെയ്തു 1970. ഇതേ സമയത്താണ് സതേൺ റീജിയനിൽ പുതിയ തരത്തിലുള്ള ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടാകുന്നത്. 1967 ഇവിടെ ഉണ്ടായിരുന്ന നേറ്റീവ്സ് ബ്രിട്ടീഷുകാരെ ഇവിടെ നിന്ന് പുറത്താക്കി. അങ്ങനെ നാഷണൽ ലിബറേഷൻ ഫ്രണ്ട് എന്ന പുതിയൊരു പാർട്ടി ഇവിടെ രൂപീകരിക്കപ്പെട്ടു. ഇവരുടെ കൺട്രോളിലായിരുന്നു ഈ ഒരു മുഴുവൻ പ്രദേശവും. അങ്ങനെ 1970 യമൻ 2ആയി പിളർന്നു. ഇതിൽ സതേൺ റീജിയൻ നോർത്തേൺ യമനിൽ നിന്നും സ്വാതന്ത്ര്യമാണ് ആഗ്രഹിച്ചത്. നോർത്തേൺ യമനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്നത് അമേരിക്കയായിരുന്നു. കൂടാതെ തന്നെ സതേൺ റീജിയനെ സപ്പോർട്ട് ചെയ്യാൻ ആ ഒരു സമയത്ത് സോവിയറ്റ് യൂണിയനും ഉണ്ടായിരുന്നു. അതായത് ഒരു ആബ്സല്യൂട്ട് കെയോസ്. ഈ ഒരു സമയത്ത് മറ്റ് അറേബ്യൻ രാജ്യങ്ങൾ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്നത് നോർത്തേൺ റീജിയനെയാണ്. കാരണം സതേൺ റീജിയനിൽ കമ്മ്യൂണിസമാണ് വരുന്നത്. കമ്മ്യൂണിസം ഒരിക്കലും മൊണാർക്കിക്ക് സപ്പോർട്ടീവ് അല്ല. അതുകൊണ്ട് തന്നെ തുടർച്ചയായ 10 വർഷ കാലഘട്ടം വളരെ വലിയ തോതിലുള്ള കോൺഫ്ലിക്റ്റുകൾ യമനിൽ നടന്നു. ഇത് യമനിലെ ജനങ്ങളെ വളരെയധികം എഫക്റ്റ് ചെയ്യുകയും ചെയ്തു. എന്നാൽ പിന്നീട് 1990 ഈ 2 പ്രദേശങ്ങളും ഒരുമിച്ച് ചേർന്ന് യമൻ എന്ന പുതിയൊരു രാജ്യം വേൾഡ് മാപ്പിൽ ഫോമായി. അലി അബ്ദുള്ള സ്വാലെ ആദ്യ പ്രസിഡൻ്റായി തിരഞ്ഞെടുക്കപ്പെട്ടു. ഇതോടെ യമൻ്റെ തകർച്ച തുടങ്ങി. അറേബ്യൻ രാജ്യങ്ങൾ കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ കറപ്റ്റഡ് ലീഡറായിരുന്നു ഇദ്ദേഹം. തൻ്റെ 22 വർഷത്തെ ഭരണത്തിൽ ഇദ്ദേഹം രാജ്യത്തിൻ്റെ വികസനത്തിനായി ഉപയോഗിക്കേണ്ട പണം മുഴുവനായി തനിക്കും തൻ്റെ ഫാമിലിക്കും വേണ്ടി ഉപയോഗിച്ചു. ഫോറിൻ കൺട്രികളിൽ ഫാമിലിക്കായി അസറ്റ്സ് വാങ്ങുകയും ജനങ്ങളെ കബളിപ്പിക്കുകയും ചെയ്തു.
ഒരു വശത്ത് സുൽത്താൻ കാബൂസ് തൻ്റെ രാജ്യത്തിന് വേണ്ടി ഓയിലിൽ നിന്ന് ലഭിക്കുന്ന മുഴുവൻ പണവും ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ഇദ്ദേഹത്തെ പോലെയുള്ള ആളുകൾ തൻ്റെ രാജ്യത്തെ തന്നെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നു. ഇതിനു പുറമെ ഇദ്ദേഹം സദ്ദാം ഹുസൈനെ സപ്പോർട്ട് ചെയ്തു. അതായത് സദ്ദാം ഹുസൈൻ കുവൈറ്റിനെ അറ്റാക്ക് ചെയ്ത സമയത്ത് മറ്റ് രാജ്യങ്ങളിൽ നിന്നും വ്യത്യസ്തമായി ഇദ്ദേഹം സദ്ദാം ഹുസൈനെ സപ്പോർട്ട് ചെയ്തു. ഇദ്ദേഹത്തിന് അറിയാമായിരുന്നു അറേബ്യൻ രാജ്യങ്ങൾ ഒരിക്കലും സദ്ദാം ഹുസൈനെ സപ്പോർട്ട് ചെയ്യില്ല എന്ന്. പിന്നീട് ഇറാഖ് ഈ ഒരു വാർ തോറ്റ സമയത്ത് സൗദി അറേബ്യ യമനിലേക്കുള്ള എല്ലാ രീതിയിലുമുള്ള ധനസഹായം നിർത്തുകയും കൂടാതെ 8 ലക്ഷം വരുന്ന വർക്കേഴ്സിനെ തിരിച്ച് യമനിലേക്ക് അയക്കുകയും ചെയ്തു. യമനെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ വലിയ ഒരു ക്രൈസിസായി മാറിയിരുന്നു അന്ന്. 1994 ഇന്റേണൽ കോൺഫ്ലിക്റ്റുകൾ ഇദ്ദേഹത്തിൻ്റെ ഭരണത്തിനെതിരായി ആരംഭിച്ചു. ഇതിനെ ബ്ലോക്ക് ചെയ്യുവാനായി ഇദ്ദേഹം അൽ ഖൈദകൾക്ക് യമനിൽ സ്ഥാനം നൽകി. യമൻ്റെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ തെറ്റായിരുന്നു അത്. യമൻ അങ്ങനെ വീണ്ടും പല പാർട്ടുകളായി വിഭജിക്കപ്പെട്ടു. അൽ ഖൈദാസ്, കമ്മ്യൂണിസ്റ്റ്, അറബ് നാഷണലിസ്റ്റ് ആൻഡ് സെദീഷിയ. എപ്പോൾ വേണമെങ്കിലും പൊട്ടാവുന്ന ഒരു ബോംബായി യമൻ അങ്ങനെ മാറി. വീണ്ടും ഇൻറ്റേർണൽ കോൺഫ്ലിക്റ്റുകൾ വളരെ പെട്ടെന്ന് തന്നെ ഈ ഒരു പ്രദേശത്ത് ആരംഭിച്ചു. 2014 ഭരണം മാറി മറിഞ്ഞെങ്കിലും ഇന്നും നമുക്ക് ഈ ഒരു പ്രദേശത്ത് വളരെ വലിയ തോതിലുള്ള സിവിൽ വാറുകൾ കാണാൻ കഴിയുന്നു. കൂടാതെ തന്നെ ഇതിൻ്റെ എല്ലാം പരിണിത ഫലം അനുഭവിക്കുന്നത് സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളാണ്. മറ്റ് യൂറോപ്യൻ കൺട്രികളും അറേബ്യൻ രാജ്യങ്ങളും ഇന്ന് ഒരു ബാറ്റിൽ ഗ്രൗണ്ടായാണ് യമനെ കാണുന്നത്. ഇവിടെയുള്ള 20% ആളുകൾക്ക് 2 നേരത്തെ ആഹാരം ഇന്ന് ലഭിക്കുന്നില്ല. കുട്ടികൾക്ക് വിദ്യാഭ്യാസം ലഭിക്കുന്നില്ല. ലക്ഷക്കണക്കിന് ജനങ്ങൾക്ക് വീടുകൾ നഷ്ടമായി. യുവജനങ്ങൾക്ക് ഫ്യൂച്ചറില്ലാതെ അവർ വഴിമുട്ടി നിൽക്കുന്നു. കുട്ടികളുടെ കയ്യിൽ ആയുധങ്ങൾ. ഇന്ന് വളരെ വലിയ തോതിലുള്ള ഒരു ക്രൈസിസാണ് യമൻ നേരിടുന്നത്. ഈ ഒരു അവസ്ഥയിൽ നിന്നും യമൻ കരകയറുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണ് എന്ന് കമൻറ്റ് ചെയ്ത് പറയുക. അവിടെ താമസിക്കുന്ന സാധാരണക്കാർക്ക് വേണ്ടിയാണ് ഇന്ന് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്തിട്ടുള്ളത്. മറ്റു വീഡിയോകളെപ്പോലെ ഈ ഒരു വീഡിയോയും നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ബെല്ലോളിൽ എനേബിൾ ചെയ്യുക. വീഡിയോയ്ക്ക് ഒരു ലൈക്ക് നൽകുവാനും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റുകളായി രേഖപ്പെടുത്തുവാനും മറക്കരുത്. കൂട്ടുകാരുമായി പരമാവധി വീഡിയോ ഷെയർ ചെയ്യുക. മറ്റൊരു ഇൻട്രസ്റ്റിംഗ് വീഡിയോയുമായി ഞാൻ വീണ്ടും വരുന്നതുവരേക്കും എന്നത്തെയും പോലെ താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് ഗുഡ് ബൈ.